വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്നും പുറപ്പെട്ട് ഗലീല കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങിയ പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോടുകൂടിയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു പോകുവാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറേ ചെറിയ മത്സ്യങ്ങളുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കുവാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടത്തിന് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ടകൾ നിറയെ അവർ ശേഖരിച്ചു. ഈശോ പ്രവർത്തിച്ച ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം. ലൂക്ക 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുക്കൽ വന്ന് തങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിച്ചു. അത് ആരൊക്കെയാണെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ 9 പേർ യഹൂദരും 1 വിജാതീയനുമായിരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് മാത്രമേ യേശു പറയുന്നുള്ളൂ. അവർ അത് കേട്ട് തിരിച്ചു പോകുന്നു. അവർക്കറിയാം തങ്ങൾ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ആ ആൾ നിസ്സാരക്കാരനല്ല. രണ്ടാമത്, അവർ ക്രിസ്തുവിനെ പൂർണ്ണമായും വിശ്വസിച്ചു. പോകുന്ന വഴിക്കാണ് അവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ സുഖപ്പെട്ടു എന്ന്. അതിൽ ഒരാൾ മാത്രം തിരിച്ചു വന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 പേരല്ലേ സുഖം പ്രാപിച്ചത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ ബാക്കി ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നിയില്ലേ എന്ന്. ആ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ തിരിച്ചു വന്ന കുഷ്ഠരോഗി കാണിച്ച ആ സ്നേഹപ്രകടനത്തിൻ്റെ പേരാണ് കൃതജ്ഞത. ഇന്ന് കേട്ട സുവിശേഷത്തിൽ ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും അന്ധർ കാണുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവയെല്ലാം ശരീരത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ്. ഇതെല്ലാം കണ്ട് അവിടെ കൂടിയിരുന്ന മനുഷ്യർ ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് നന്ദി, കൃതജ്ഞത. ഈ ഒരു കൃതജ്ഞതയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കൃതജ്ഞത എന്നത് ഒരു ഉപകാരസ്മരണയാണ്. നമുക്ക് ലഭിക്കില്ല എന്ന് തോന്നിയ ഒരു കാര്യം സാധിച്ചു കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സ്നേഹപ്രകടനമാണ് കൃതജ്ഞത. അതുകൊണ്ടാണ് ചില മനുഷ്യർ ഒക്കെ ആത്മാർത്ഥമായി നന്ദി പറയുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. രണ്ടാമത്, യേശുവിൻ്റെ അനുകമ്പയും ശിഷ്യന്മാരുടെ ഒരു പ്രാർത്ഥനയും. അതാണ് ഈശോ പറയുന്നത്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അത് യേശുവിൻ്റെ സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവമാണ്. മനുഷ്യർ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നും. ഇവിടെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ഇത്രയും ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം എവിടെ നിന്ന് കിട്ടും? ഈശോയുടെ അനുകമ്പ ഒരു ഇടപെടലാണ്. പിന്നീട് അവിടെ ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയതിന് ശേഷം 7 കുട്ട നിറയെ അപ്പം മാറ്റിവെച്ച യേശുവിൻ്റെ അനുകമ്പ. ഈ കൃതജ്ഞതയും അനുകമ്പയും ശിഷ്യന്മാരുടെ പ്രാർത്ഥനയും അത്ഭുതവും ഒക്കെ ചേർത്ത് വെച്ചാൽ അതിനെ നമ്മൾ ഒരു വാക്കിൽ ചുരുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വാക്കാണ് വിശുദ്ധ കുർബാന. അവിടെ കൃതജ്ഞതയുണ്ട്, ഈശോയുടെ അനുകമ്പയുണ്ട്, മനുഷ്യരുടെ പ്രാർത്ഥനയുണ്ട്, അത്ഭുതമുണ്ട്. അതാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയിലും നാം ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് ഓരോ പ്രാവശ്യവും നൽകുന്നത്. രണ്ടാമത്, ഈശോയുടെ അനുകമ്പയാണ്. നാം തുടക്കത്തിൽ തന്നെ പാപസങ്കീർത്തനം ചൊല്ലും. അപ്പോൾ ഈശോയ്ക്ക് നമ്മോട് തോന്നുന്ന അനുകമ്പയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്ന പാപമോചനം. പിന്നീട് നാം പ്രാർത്ഥന നടത്തും. നാം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇതിനെല്ലാം ശേഷം അവസാനം ഈശോ നമുക്ക് അപ്പം വിളമ്പിത്തരും. ആ അപ്പം കൂടി സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത്. ഈശോയുടെ അത്ഭുതം ഓരോ ദിവസവും അൾത്താരയിൽ നടക്കുന്നുണ്ട്. അതിൽ ആത്മാർത്ഥമായി പങ്കുചേരാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ജീവിതം നയിക്കുകയും
ഞങ്ങളുടെ കർത്താവിൻ്റെ അമ്മയാകുകയും ചെയ്ത പരിശുദ്ധ കന്യകെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ, എന്നെയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ അമ്മ പ്രവർത്തിക്കണമേ. ആമേൻ.